ഹായ്, വീക്കെൻഡ് ഒക്കെ അല്ലേ? നൈസായിട്ട് ഞാനും ഒപ്പം കൂടെ ഗോവ വരെ ഒന്ന് പോവാന്ന് വിചാരിച്ചേ. ഗോവയിൽ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നതെങ്കിലും അവിടെ ചെന്നിട്ട് കറങ്ങുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. അതെന്താ? ആ കഥ ഞാൻ പറയാട്ടോ. എന്തായാലും നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ താമസിക്കാനുള്ള ഹോട്ടൽ ബുക്ക് ചെയ്ത സമയത്ത് ഒരു ടാക്സിയും കൂടെ ഇങ്ങോട്ടേക്ക് വിട്ടേക്കാമെന്ന് ചോദിച്ചായിരുന്നു. കാര്യം ഇവിടെ ഊബർ ഒന്നും ഇല്ലാത്തത് കൊണ്ടേ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ട് സർക്കസ് കളിക്കണ്ടല്ലോ. ഇതല്ലെങ്കിൽ നമുക്ക് ഫാമിലിയായിട്ട് വരുമ്പോൾ പ്രീപെയ്ഡ് ടാക്സിയും നല്ലൊരു ഓപ്ഷനാണ്. എന്തായാലും നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. റിവ്യൂസ് ഒക്കെ പറയുന്ന പോലെ നല്ല ഹോട്ടലായിരുന്നു. അവിടെ തന്നെ കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചത്. നല്ല പൂരിയും നല്ല ഓംലെറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അടിപൊളി ചായയും കൂടെ കുടിച്ചിട്ട് ഗോവ ഫുള്ള് കറങ്ങാൻ വേണ്ടി ഒരു വണ്ടിയും കൂടെ അറേഞ്ച് ചെയ്തു. വണ്ടിയൊക്കെ വാടക കിട്ടുന്ന ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. എന്തായാലും വണ്ടി എടുക്കുന്ന സമയത്ത് തന്നെ വണ്ടിയുടെ ചുറ്റും നടന്നിട്ട് ഒരു വീഡിയോ എടുത്ത് കയ്യിൽ വെക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും. എനിവേസ്, നമ്മൾ ആദ്യം എത്തിയത് അഗോഡ ഫോർട്ട് എന്ന് പറയുന്ന ഈ കാണുന്ന ഫോർട്ടിലേക്കാണ്. കുറെ സിനിമകളുടെ ലൊക്കേഷൻ ആണ് ഇത്. ആ കാണുന്ന പയ്യനെ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ഷോ കാണിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല. നമ്മുടെ തൊണ്ടൊരു ഒരു സ്കിബിഡി ഐറ്റം കണ്ടോ? ഈ സ്ഥലം മനസ്സിലായോ? ആനന്ദ സിനിമയിലും ദിൽചാത്താഹയിലും ഒക്കെ ഉണ്ട്. അങ്ങനെ അവിടെയൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് റൂമിലേക്ക് വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ചായക്കട ഉണ്ട് കേട്ടോ. സംഭവം ചായന്റെ ഉള്ളിൽ നിന്നൊരു തീയും പുകയൊക്കെ കണ്ടപ്പോൾ നിർത്തിയതാ. കൊള്ളായിരുന്നു. എന്നാലും അപ്പോ ഇല്ലാതെ ഞാൻ എന്താ ഒറ്റയ്ക്ക് ഇറങ്ങുന്നൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ? സംഭവം നമ്മൾ പോയത് വീക്കെൻഡിലൊക്കെ ആണെങ്കിലും അവിടെ എത്തിയപ്പോഴത്തേക്ക് അപ്പന് പെട്ടെന്നൊരു മീറ്റിംഗ് വന്നു. അതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് അപ്പോൾ അവിടെ റൂമിൽ തന്നെ ഇരുന്നതാണ്. ആക്ച്വലി നല്ല വൃത്തിയുള്ള റൂം ആയിരുന്നത് കൊണ്ടും സർവീസ് ഒക്കെ പക്ക നീറ്റ് ആയിരുന്നത് കൊണ്ടും നമുക്കൊരു സേഫ് ഫീലും വന്നു. നമ്മളിപ്പോ ആക്ച്വലി ഉള്ളത് നോർത്ത് ഗോവയിലാണ്. ഈ ഹോട്ടലിൽ നിന്നാണ് എല്ലാം അടുത്തെടുത്ത നടന്നു പോകാനുള്ള ദൂരത്തിൽ ബീച്ച് വരെ ഉണ്ട്. അവിടെ തന്നെ അത്യാവശ്യം നല്ല സീ ഫുഡ് ഒക്കെ കിട്ടും. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ്ലി ഒരു മലയാളിയുടെ ഹോട്ടലാന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നോക്കാനുണ്ടോ, ഈ നോവ കണ്ടോൾ എന്നുള്ള ഹോട്ടൽ തന്നെ എടുത്തു കേട്ടോ. നമ്മൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഒക്കെ ഗോവയിൽ വരുമ്പോൾ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല സേഫ് ആയിട്ട് നല്ലൊരു സ്ഥലം നോക്കുന്നുണ്ടെങ്കിൽ ഈ നോവ കണ്ടോളും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. എനിവേസ്, അപ്പു അവളുടെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് ഇറങ്ങി. ഇനി നമുക്ക് നമ്മുടെ സ്കൂട്ടറിൽ ഗോവയിൽ കൂടി ഇങ്ങനെ ഒരു കറക്കം. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്ത് പോയതൊന്നും അല്ല. ഗോവ ഫുള്ള് ബീച്ചല്ലേ, അപ്പൊ എവിടെയെങ്കിലും എത്തുന്നുള്ളൊരു മൂഡില് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയതാ. എന്തായാലും അടിപൊളി ലുക്കുള്ള ഈ ഒരു സ്പോട്ടിൽ തന്നെ എത്തി. അവിടെ കണ്ടൊരു ചേച്ചിയാണെങ്കിൽ നിർബന്ധിച്ച് ഞങ്ങളെ കൊണ്ടൊരു ചെയിൻ വാങ്ങിപ്പിച്ചു. 100 രൂപേന്റെ ഈ സംഭവത്തിന് 80 രൂപ കൊടുത്തിട്ട് ബാക്കി കൊളാബിയാന്നും പറഞ്ഞ അവിടെ നിന്ന് മുങ്ങി. പിന്നല്ല. എന്തായാലും ഈ കാണുന്ന അടിപൊളി ലുക്കുള്ള കഫേ പോയിട്ട് നമ്മുടെ ഈവനിങ് സ്പെൻഡ് ചെയ്തു. നല്ല പിസയായിരുന്നു കേട്ടോ. ഗോവയിൽ വരുന്നവര് ഈ റോഡിൽ കൂടെ ഇങ്ങനെ ഒരു ബൈക്ക് റൈഡ് അത് മിസ് ചെയ്യണ്ട. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എന്നാൽ പോലും നമ്മുടെ നാട്ടിലെ തെങ്ങിന്റെ പാടങ്ങളുടെ ഒക്കെ തട്ട് അത് താന്നു തന്നെ ഇരിക്കും. അപ്പൊ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കീപ് ഇൻ ടച്ച്. ഓക്കെ, ബൈ.